ഹലോ, അൻസാരിയാണ് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്ന്. എല്ലാവരും സഹായിക്കണം. വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്നുള്ളത്. ഓൾറെഡി അവിടെ അധികം ഡോക്ടേഴ്സൊന്നുമില്ല, സൗകര്യങ്ങളില്ല, അധികം മെഡിസിൻസ് ഒന്നുമില്ല. പലപ്പോഴും ഞങ്ങൾ കേരളത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ വളരെ ദയനീയം. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നേഴ്സന്മാരില്ല. ഒരു ചെറിയൊരു ഇഞ്ചുറി. അപ്പോൾ അതിന് ഡോക്ടർ മരുന്ന് തന്നു. അയാൾ മരുന്ന് തന്നു. ഡോക്ടർ ഉണ്ടായിരുന്നു. നേഴ്സന്മാരൊന്നും അങ്ങനെ ഇല്ല. ആ ഹോസ്പിറ്റലിൽ തന്നെ അധികം ആളുകൾ പോലും ഇല്ല. അധികം ആളുകളൊന്നുമില്ല. ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് ആൾക്കാര് പറഞ്ഞത് വെച്ചാല് നാളെ ഇന്ന് 25 25/3/2025 അപ്പോൾ ഇന്നല്ല നാളെ അവര് സമരത്തിലേക്ക് ഇറങ്ങാന്ന് പോലും അവർക്ക് സാലറി ഇതുവരെയായിട്ടും കൊടുക്കുന്നില്ലാന്ന് പോലും. കുറേയായി 3 മാസമായി സാലറി കിട്ടാതെ. അത് മാത്രമല്ല ഈ ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ ഓർഡർ വന്നിട്ടില്ലാന്ന് പോലും. അവര് ഓഫീസിലേക്ക് വന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷേ അവർക്ക് എക്സ്റ്റൻഷൻ ഓർഡർ ഇല്ല. അങ്ങനെ എക്സ്റ്റൻഷൻ ഓർഡർ ഇനിയും വന്നിട്ടില്ല. ഞാൻ പറയുന്ന ടേംസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. CDSലെ ടെക്നീഷ്യന്മാർ, പിന്നെ അതിൽ അനസ്തേഷ്യയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ നഴ്സ്, അതേപോലെ CTD ടെക്നീഷ്യൻസ്, അവിടെ നിൽക്കുന്ന സ്റ്റാഫ്, നഴ്സ്, പിന്നെ ഫാർമസിസ്റ്റ്, ഇങ്ങനെ കണ്ടവർക്കൊന്നും തന്നെ ഈ എക്സ്റ്റൻഷൻ ഓർഡറും വന്നിട്ടില്ല. മാത്രമല്ല സാലറിയും കിട്ടിയില്ല. അവരെല്ലാവരും സമരത്തിലേക്ക് നാളെ ഇറങ്ങുകയാണ്. ലക്ഷദ്വീപിലെ 10 ദ്വീപിലും അഗത്തി, കവരത്തി, അങ്ങനെ കണ്ട എല്ലാ ദ്വീപിലുള്ള നഴ്സന്മാരും നാളെ സമരത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ദ്വീപിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പ്രഫുൽ ഗോഡ പട്ടേൽ, ലക്ഷദ്വീപിലെ അഡ്മിനി, ഇവിടെ വന്നിട്ട് പോയി. പുള്ളിക്കാരന് എക്സ്റ്റൻഷൻ ഓർഡറിനുള്ള ഒപ്പ് കൊടുത്തിട്ടില്ല എന്ന് പോലും. മനസ്സിലായോ? പിന്നെ ഇങ്ങനെ ആയാൽ ദ്വീപിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഞങ്ങൾക്കിവിടെ സർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു ഞങ്ങളെ സഹായിക്കണമെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഈ സിറ്റുവേഷൻ. എല്ലാവരും അറിയട്ടെ. ഇങ്ങനെ ആയാൽ ലക്ഷദ്വീപിൽ സർവ് ചെയ്യാൻ കഴിയത്തില്ല ദ്വീപിലെ ജനങ്ങൾക്ക്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ പറയുന്നില്ല. പകരം ഷെയർ ചെയ്യുക. അത് മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. ശരി.